കാശ്മീർ യാത്രയുടെ 11-ാം ദിവസം രാവിലെ ഞങ്ങൾ ശ്രീനഗറിൽ രാവിലെ തന്നെ ഞങ്ങളുടെ ടീമിന് ചാനൽസിൻ്റെ ഇൻ്റർവ്യൂസും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ദാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ പോയത്. അവിടെ വെച്ച് ഇൻ്റർവ്യൂസും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദാൽ ലേക്കിൻ്റെ കുറച്ച് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ബുള്ളറ്റൊക്കെ നിർത്തി അവിടെ വച്ച് നമ്മൾ ഇത്രയും ചാനലുകാർ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്നൊക്കെ പറയുന്നത് അതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. തലേ ദിവസം രാത്രി നമ്മൾ പത്താൻകോട്ടിൽ നിന്ന് ശ്രീനഗർ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഞങ്ങളുടെ യാത്ര അതൊന്നും ബാധിച്ചില്ല. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ശരിക്കും കാശ്മീരിൻ്റെ ഭംഗി അറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരുന്നു. കാശ്മീരിൻ്റെ ഭംഗി ശരിക്ക് ശ്രീനഗറിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഭയങ്കര രസമുള്ള കാഴ്ചകളായിരുന്നു. അവിടുത്തെ ഓരോ കാഴ്ചകളും അവിടുത്തെ ജനതയുടെ അടയാളപ്പെടുത്തൽ കൂടെയാണ്. അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള റോഡുകളും. ഞങ്ങൾ ശരിക്കും ഹൈവേ പൊക്കോണ്ടിരുന്നിട്ട് ഹൈവേ ഇച്ചിരി വെയിലായതുകൊണ്ട് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചാണ് റൂട്ട്. പക്ഷേ ആ റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള റൂട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് നിർത്തി. അവിടുത്തെ ആപ്പിൾ ഞങ്ങൾക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് പച്ച ആപ്പിളേ കിട്ടുള്ളൂ. ആ പച്ച ആപ്പിൾ പോലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. ഭയങ്കര രസമുണ്ട്. ഞങ്ങൾ ആ കാഴ്ചകളെ കണ്ട് ഫ്ലവറൊക്കെ എന്ത് രസമാണ്. റോഡരികാണ് കേട്ടോ. റോഡരികിലൊക്കെ ഇത്രയും ഭംഗിയായിട്ടാണ് ആ ഒരു കാഴ്ച നമുക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഞങ്ങളിങ്ങനെ ആപ്പിൾ തോട്ടത്തിന് നടുവിലുള്ളൊരു റോഡിലൂടെ ഓരോ കാഴ്ചയും ആസ്വദിച്ച് പോവുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്കത് നമ്മുടെ കേരളമാണോ എന്ന് ഫീൽ ചെയ്യുന്ന പാടം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് നമ്മുടെ കേരളം അല്ല എന്നുള്ള ബോധം വരുന്നത് ശരിക്കും ആ ബിൽഡിങ്ങൊക്കെ കാണുമ്പോഴുണ്ട്. അവിടുത്തെ ബിൽഡിങ്ങുകളെന്നൊക്കെ പറയുന്നത് മിക്കതും യൂണിറ്റിയാണ്. എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. പുതിയ ബിൽഡിങ്സ് എല്ലാം വയ്ക്കുന്നത് അവർ ഏകദേശം ഒരേപോലെ തന്നെയാണ് വയ്ക്കുന്നത്. ശ്രീനഗറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് എത്തേണ്ടത് കുപ്വാരയിലാണ്. കുപ്വാരയിൽ ഞങ്ങൾക്ക് അന്ന് അവർ സ്റ്റേയും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുപ്വാര CRPF ക്യാമ്പിനകത്താണ് കേട്ടോ. അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്തൊരു ലക്കാന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു ക്യാമ്പിനകത്ത് ഇത്രയും സിവിലിയൻസിനെ അനുവദിക്കുക, അവർക്കുള്ള ഫുഡ് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരിക, എല്ലാ സൗകര്യവും ചെയ്തു തരിക എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു. കുപ്വാരയിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഏകദേശം വൈകിട്ടോടു കൂടിയാണ് എത്തുന്നത് കേട്ടോ. ശരിക്കും പത്താൻകോട്ട് മുതൽ ശരിക്ക് കാശ്മീരിൻ്റെ സൗന്ദര്യത്തോടൊപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശം ഡേഞ്ചർ സോണാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഡേഞ്ചർ സോൺ എന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ആ ഒരു ഭയം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. കാരണം എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പോയിന്റിൽ ശാരദാപീഠം അല്ലെങ്കിൽ ആ ഒരു ബോർഡറിൽ എത്തണം എന്നുള്ള എല്ലാവർക്കും അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഭയം എന്നുള്ളത് ആരെയും ബാധിച്ചില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞങ്ങൾ വൈകിട്ട് കുപ്വാരയിലെത്തി. അവിടെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. ചെക്കിംഗ് എന്ന് വെച്ചാൽ ഓരോ ബുള്ളറ്റിൻ്റെ നമ്പറും പേരും നമ്മുടെ പേരും ഒക്കെ എഴുതിയെടുത്ത് ഓരോരുത്തരായിട്ടാണ് അവർ അകത്തേക്ക് കയറ്റുന്നത്. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം കേട്ടോ. പെർമിഷൻ വേണമെന്ന് മാത്രമല്ല നമ്മൾ എത്ര സമയത്തിനുള്ളിൽ തിരിച്ച് ചെല്ലുമെന്ന് അവിടെ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത്. അത്രയും സ്ട്രിക്റ്റാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അത്രയും ഡേഞ്ചറാണ്. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി വേണം പെരുമാറേണ്ടത്. അതിനകത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലം ഗീർ ഭവാനി ടെമ്പിൾ. ഈ ക്യാമ്പിനകത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി നമുക്ക് നാളെ